ഭാഗ്യലക്ഷ്മി കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ബൈജു കൊട്ടാരക്കര അല്പം മുൻപ് ചർച്ചയിലുണ്ടായിരുന്നു. മനോജ് അബ്രഹാമിനെ പോലും ഈ കേസ് അന്വേഷണത്തിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അത്തരം ഇടപെടലുകളൊക്കെയാണ് നടക്കുന്നത്. കാരണം ഇനി വരാനുള്ളത് വലിയ പ്രമുഖരുടെ പേരുകളാണ്. അതിൽ സിനിമാ കുടുംബത്തിലെ അംഗങ്ങളുണ്ട്, ഭാര്യയും ഭർത്താവും സിനിമ ബന്ധമുള്ളവരുണ്ട്. അങ്ങനെ പല പല പേരുകൾ ഒക്കെ ഇതിനകത്തുണ്ട് എന്നൊക്കെ ബൈജു കൊട്ടാരക്കര പറയുന്നു. അദ്ദേഹം മാത്രമല്ല, ഇതൊക്കെ സ്പെക്കുലേറ്റ് ചെയ്യുന്ന വരുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ്. ഖാലിദ് റഹ്മാനെ പോലെ വലിയ പ്രതീക്ഷയോടുകൂടി ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഡയറക്ടറെ പോലും ഈ കഞ്ചാവ് കേസിലൊക്കെ പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ കണ്ണികളൊക്കെ ശക്തമാണ് എന്ന് പുറത്തു നിൽക്കുന്നവർക്കും തോന്നും. സിനിമാ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന താങ്കളെ പോലുള്ളവർക്ക്, എത്രയോ വർഷമായിട്ടുള്ളവർക്ക് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ വിഷമം വരുന്നുണ്ടാകും. ഇതൊക്കെ എന്തുകൊണ്ട് നിയന്ത്രിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കുമുണ്ടോ? വിഷമമൊക്കെ മാറിയിട്ട് ഇപ്പൊ ഒരുതരം ദേഷ്യമാണ്. അതായത് ഇതെല്ലാം അറിഞ്ഞിട്ടും ഞാനൊന്നും അറിഞ്ഞില്ല, ഞാനൊന്നും കണ്ടില്ല എന്ന ഭാവത്തിലിരിക്കുന്ന വലിയ 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 ആളുകളുണ്ട് ഈ സിനിമയ്ക്കുള്ളിൽ. അവിടെയാണ് നമുക്ക് അരിശം കയറുന്നത്. നോക്കൂ, ഏറ്റവും വലിയ നടന്മാർ മുതൽ സംവിധായകർ മുതൽ അതുപോലെ നിർമ്മാതാക്കൾ, കൂടെ അഭിനയിക്കുന്ന നടിമാർ, ഇവർക്ക് എല്ലാവർക്കും എല്ലാം അറിയാം. ഇത് ഉപയോഗിക്കാത്ത ഒരിടവുമില്ല സിനിമയിൽ. ഇപ്പൊ പണ്ടൊക്കെ എന്ന് വെച്ചാൽ എന്റെയൊക്കെ തുടക്കകാലത്ത് ഒരു ഡബ്ബിംഗ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും ഒന്നിച്ചായിരുന്നത് കൊണ്ട് തന്നെ അവിടെ ഈ പുകവലിക്കുക അല്ലെങ്കിൽ മദ്യപിക്കുക ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇന്ന് അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഇപ്പൊ നമ്മളൊക്കെ ഡബ്ബിങ്ങിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നു, ഡബ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അവിടെ എന്താ നടക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പൂർണ്ണമായിട്ടും ഇവർക്ക് സ്വകാര്യത വിട്ടുകൊടുത്തിരിക്കുകയാണ് നിർമ്മാതാക്കൾ. സ്വകാര്യമായി എന്തും ചെയ്യാനുള്ള ഒരു കാരവൻ, സ്വകാര്യമായി അവർക്ക് എന്തും ചെയ്യാനുള്ള ചില ഫ്ലാറ്റുകൾ. എന്താണിത്? ഇവര് തന്നെ സ്വന്തം കുഴി കുഴിച്ചോണ്ടിരിക്കുകയാണ്, സ്വന്തം കാശും മുടക്കിയിട്ട്. നമ്മൾ പറയില്ലേ, സ്വന്തം കാശ് മുടക്കി കടിക്കുന്ന വട്ടിയെ മേടിച്ചു എന്ന് പറയുന്ന മാതിരിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ അപകടം ഇവർക്ക് മനസ്സിലാവാത്തത്? എത്ര ആലോചിച്ചിട്ടും ഇതെല്ലാത്തിനും പറയുമ്പോ ഞാൻ ഒരാഴ്ച മുമ്പ് പറഞ്ഞു, ഇപ്പോഴും പറയുന്നു, ഒറ്റക്കെട്ടായിട്ട് നിർമ്മാതാക്കളും ഫെഫ്കയും അതേപോലെയുള്ള ഇവിടെ വലിയ വലിയ നടന്മാരും നടിമാരും ഇവരോടൊപ്പം സഹകരിക്കില്ല എന്ന് ശക്തമായി ധൈര്യത്തോടെ തീരുമാനിക്കണം. അപ്പൊ ഇവര് പാഠം പഠിക്കും. നേരത്തെ ആരാ സംസാരിച്ചതെന്ന് ഞാൻ കണ്ടില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ്. ഇപ്പൊ പിടിക്കപ്പെട്ട നടന്മാർ, ഇനിയും പിടിക്കപ്പെടാനുള്ള ചില വ്യക്തികൾ, സംവിധായകരും നടന്മാരും നടിമാരും എല്ലാം ഉണ്ട് ഇതിൽ. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇതിനകത്തെ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് വരുമ്പോൾ അത് ഒരു 3 കോടിയോളം കഞ്ചാവ് കൊണ്ടുവരുന്നു, സിനിമാക്കാരുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നു, അവർക്ക് തന്നെ സെക്സ് റാക്കറ്റുമായിട്ടും ബന്ധമുണ്ടെന്ന് പറയുന്നു. അതായത് നേരത്തെ അഡ്വക്കേറ്റ് ടി.ബി. മിനി ചർച്ചയിലുണ്ട്, ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ് എന്ന് പറയുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ്. സിനിമാ നിർമ്മാണത്തിൽ പോലും ഡ്രഗ്സ് മാഫിയയുടെ സ്വാധീനമുണ്ട്, ബിനാമികളുണ്ട് എന്നൊക്കെ ബൈജു കൊട്ടാരക്കരയൊക്കെ പറയുന്നു. അതൊക്കെ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല അല്ലേ? ബിനാമികളൊക്കെ ഉണ്ട്, അതിലൊന്നും സംശയമൊന്നുമില്ല. ബിനാമികളെല്ലാം ഉണ്ട്. ഇത് ഞാനൊരു 2-3 മാസം മുമ്പ് ഒരു പത്രസമ്മേളനം വിളിച്ചത് നിങ്ങളെല്ലാം ഓർത്തു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓർമ്മയുണ്ടോ? ഞാൻ എന്താണ് ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്? അന്ന് ഇവിടെ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരെ കുറിച്ച് ഒരു വാർത്ത വന്നിട്ട് അരമണിക്കൂറിനുള്ളിൽ മാധ്യമത്തിൽ നിന്ന് ആ വാർത്ത മുങ്ങിപ്പോയി. അപ്പോ ഇത് നിയമപരമായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ, ഇന്നിപ്പോ നിങ്ങൾ എല്ലാവരും ഈ കാണിക്കുന്ന രോഷം എല്ലാ കാലത്തും ഉണ്ടായിരിക്കണം. വിമർശനം വിമർശനം വിമർശനം. ഇതിപ്പോ നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് സിനിമയ്ക്കുള്ളിൽ ഒരു അനക്കം വന്നിരിക്കുന്നത്. പക്ഷേ കേസ് അന്വേഷണത്തിൽ നിന്ന് മനോജ് അബ്രഹാമിനെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ പോലും മാറ്റി. അങ്ങനെയൊക്കെയാണ് ശ്രീ ബൈജു കൊട്ടാരക്കര പറയുന്നത്. അതായത് മുകളിലുള്ള താപ്പാനകളുടെ സ്വാധീനവും അട്ടിമറിക്കലൊക്കെ നടക്കുന്നു എന്നുള്ളത് സത്യമാണ് അല്ലേ? എനിക്ക് ആ കാര്യം എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ആ വാർത്ത ഞാൻ കണ്ടില്ല. എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഞാൻ സംസാരിക്കില്ല. പക്ഷെ ആ സ്വാധീനമുണ്ട്. അതായത് ഈ അന്വേഷണം മറ്റു തലത്തിലേക്ക് എത്താതിരിക്കാനുള്ള സ്വാധീനിക്കാൻ കഴിവുള്ളവരുണ്ട്, അവർക്കിതിൽ ബന്ധവുമുണ്ട്.
ഇതൊരു ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്നതെല്ലാം ചെറിയ ചെറിയ നെത്തോലികളെ പോലുള്ള മീനുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് വമ്പൻ സ്രാവുകൾ ഇവിടെ കേരളത്തിലെങ്ങുമല്ല. അവർ ഇന്ത്യയിലാണോ വിദേശത്താണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അവർ ഇവരെ വെച്ചാണ് ഇവിടെ പണി മുഴുവനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഈ കഴിഞ്ഞ ഓരോ വർഷം കഴിയും തോറും ഇവിടെ ഇത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഇവരുടെ കഴിവ് തെളിയിക്കുന്നത്. ഇത് ഉപയോഗിച്ചാൽ മാത്രമേ ഇവർക്ക് നന്നായി അഭിനയിക്കാൻ പറ്റൂ, നന്നായി എഴുതാൻ പറ്റൂ, നന്നായി പാടാൻ പറ്റൂ. ഇതെല്ലാം ഇവർക്ക് ഇത് ഉപയോഗിച്ചാൽ മാത്രമേ പറ്റൂ. അതിനനുസരിച്ച് നമ്മുടെ നിർമ്മാതാക്കൾ പറയും, പോട്ടെ ഇനിയിപ്പോ പ്രശ്നമില്ലാതെ എങ്ങനെയെങ്കിലൊക്കെ ഷൂട്ടിംഗ് അങ്ങ് നടക്കട്ടെ, അങ്ങ് വിട്ടുകൊട് എന്ന് പറയുന്ന നിർമ്മാതാക്കളും. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ഇപ്പൊ തന്നെ വിൻസിയുടെ വിഷയത്തിൽ തന്നെ നോക്കൂ. ആ വിൻസി പറഞ്ഞ കാര്യം സത്യമാണെന്ന മറ്റൊരു നടി പോലും പുറത്തു വന്ന് പറഞ്ഞ സ്ഥാനത്താണ് അതിന്റെ സംവിധായകൻ പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ അവിടെ നടന്നിട്ടില്ലെന്ന്. ആരെ രക്ഷിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്? ആരെയാണ് ഇവർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? മലയാള സിനിമയെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും മലയാള സിനിമയെ നശിപ്പിക്കുന്നവരെ സഹായിക്കാൻ ശ്രമിക്കുകയല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്?